കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. കേരള ക്ലാസിക് വെയറിൽ മദാമ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. ബ്ലൗസ് സാരി, സോറി. മുടിപ്പിടി സാരി ഉടുക്കുന്നവർ സമ്മതിക്കണം. ഊരാൻ പെടുന്ന പാട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കണം? ഹായ്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും ആറ്റുകാൽ രാമകൃഷ്ണ. പറഞ്ഞ അച്ചട്ടാ. എന്റെ ഗ്രഹനില കണ്ടപ്പോഴേ പറഞ്ഞു ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു. 7ാം ഭാവത്തിൽ ശുക്രൻ മീനരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. സത്യം പറയാലോ, താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ആഴ്ച വാലുമുറിയാൻ സാധ്യതയുണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നോ? അതെ, ഇവളുടെ അച്ഛനോട് ഈ വിവരം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും തന്റെ ഈ പ്രശ്നം. അയ്യോ, അച്ഛനോട് പറയാൻ വരട്ടെ. ആദ്യം കുട്ടിക്ക് താല്പര്യം വേണം. അതിനുശേഷം 2 ദിവസം റാമ്പിൾ റിഹേഴ്സൽ. സർ, ഫോട്ടോസ്. ഇതൊന്നും ഇനി വേണ്ടടോ. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. കേരള ക്ലാസിക് വെയർ ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഇത്രയും ആപ്റ്റ് ആയ ആളെ വേറെ എവിടെ കിട്ടാനാ? ക്യൂട്ട് കുട്ടി. സഹോദര, എന്താ കുട്ടി? മനസ്സിലാവുന്ന ഭാഷയിൽ പലതവണ ഇവള് പറഞ്ഞു തന്റെ മോഡലാവാൻ താല്പര്യമേ ഇല്ലാന്ന്. ഫെമിന ഷോ എന്നൊക്കെ കേൾക്കുമ്പോ നെഞ്ചും തല്ലി വീഴുന്ന പെണ്ണുങ്ങളെ താൻ കണ്ടിട്ടുള്ളൂ. ഇവൾ ആ ടൈപ്പ് അല്ല. അതുകൊണ്ട് ആ പൂതി ചേട്ടൻ 8 മടക്കി പോക്കറ്റിൽ വെക്ക്. കുട്ടി അല്പം വഴി തരൂ. അതെ, ഇത് അസൂയ. കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തീരുമാനിക്കണ്ട, ഞാൻ വിളിച്ചോണ്ടേയിരിക്കും. ഔചത്യക്കാരന് ആവശ്യമുണ്ടല്ലോ. വാടി, ഇതൊരു നടക്ക് പോവൂല. ചേട്ടൻ ആറ്റുകാൽ രാമകൃഷ്ണനെ ഒന്നുകൂടെ കണ്ടേക്ക്. അംഗഭംഗം, മാനഹാനി ഏതെങ്കിലും ഒന്ന് ഉറപ്പാ. വരട്ടെ. Dr. Foster was surprised to see the man that launched 1,000 ships. Dr. Foster. Hey Sham, എന്താ അത്? ഒന്നുമില്ല മാം. He surrendered his life to satisfy his strong, irresistible, lustful desire to see the amazing beauty of women. Here, from Marlowe, Hey Sham, എന്താ അവിടെ? എന്താ കയ്യില്? ഇത് എന്തോ ബ്രെഡ് ആണെന്ന് തോന്നുന്നു മാം. ബ്രെഡോ? ആ, ഇത് ആരെങ്കിലും ഒന്ന് വാങ്ങിക്കേ. ശ്യാം, ഇവിടെ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ. ഇത് പ്രശ്നമാകും. ശ്യാം, ഓ, അടുത്ത കുരിശ്. ഞാൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. വരുന്നോ? ഒരു കോഫി ഓഫർ ചെയ്യാം. വേണ്ട, ഇപ്പൊ കുറച്ച് തിരക്കുണ്ടേ. പ്രീത, ഒരു മിനിറ്റ്. ഈ യൂറിനൽ എവിടാണ്? അത് ശരി, വെറുതെ അല്ല കോഴി മുട്ടയിടാൻ നോക്കണ പോലെ. ദാ അവിടുന്ന് റൈറ്റ്. താങ്ക്സ്. ഇത് എവിടേക്കാ? ഇത് പെൺകുട്ടികളുടെ യൂറിനല്ല. പെൺകുട്ടികൾക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോടി? നീ നാത്തുള്ളവരോട് പറ, ഏട്ടനൊരു അത്യാവശ്യം ഉണ്ടെന്ന്. പോകാൻ ഞാൻ 10 വരെ എണ്ണുവേ. അതിനുള്ളിൽ പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറും. 1, 2, 3. എന്തിനാണ് ഇച്ചിരിക്കുന്നത്? 4, 5, വേഗം 6, 9. പറയട പൊന്നെ, എങ്ങനെയുണ്ട് സ്ഥലം? എന്റെ പപ്പ പെമ്പിള്ളാരുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാല്ലേ? ആരും ഒന്നും പറയൂല. പടച്ചോനെ, ഇവന്റെ സീറ്റേ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ. നീ അവിടെ കയറി ഒട്ടാൻ തീരുമാനിച്ച? ഓ, അതിന് നിന്റെ അച്ഛനെ നോക്കണം. മെൻസ് കോളേജിൽ 3 വർഷം കൊണ്ട് 9 സസ്പെൻഷൻ വാങ്ങിച്ചവനാ ഞാൻ.
7 പോലീസ് കേസ്, പിന്നെ വിമൻസ് കോളേജ്. നീ നോക്കിക്കോ, കൂടിയാൽ 1 മാസം. മേടിച്ചിരിക്കും ഞാൻ ഡിസ്മിസൽ. ദാ നിനക്ക് എന്തിന്റെ കേടാ? ഈ കണ്ട തങ്കക്കുടങ്ങൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീ അവിടെ പഠിച്ചാ മതി. പിന്നെ അവിടത്തെ പഠിക്കലും പീഡിപ്പിക്കലും ഇവിടെ ഒന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞോട്ടാ. എടാ നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവിടുത്തെ പ്രശ്നം വല്ലതും നിനക്കറിയോ? 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെൺപിള്ളാർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന സ്ഥലാ അത്. ആണ്ടവാ, അതാണ് മരണം. നമ്മൾ മരിക്കും വില ചൊറിയ ചെരങ്ങ ചാർത്തിലൊക്കെ വന്ന്. അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കിടന്ന് അർമാദിക്കായിരിക്കും. എക്സ്ക്യൂസ് മീ, ഈ ശ്യാംബാല ഗോപാൽ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരന്വേഷിച്ചു വന്ന് തുടങ്ങി. ഞാനാ ശ്യാം. ആരാ? ആ, ഞാൻ രഞ്ജിത്ത്. തിരക്കുള്ളൊരു ഫാഷൻ ഡിസൈനറാ. എങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട് വാ, പോയിക്കോ. ശ്യാമിനോട് പേഴ്സണലായിട്ടൊരു കാര്യം. എനിക്ക് ശ്യാമിൻ്റെ ഒരു ഹെൽപ്പ് വേണം. നിങ്ങളുടെ കോളേജിലെ കുട്ടിയാ. കൊള്ളാലോ വീഡിയോ. ഈ കുട്ടിയെ മാറ്റി ചേരില്ല. എന്താ ഒരു ഐശ്വര്യം. അയ്യോ, കല്യാണാലോചന ഒന്നുമല്ല. ഫെമിനാ ഷോയില് എൻ്റെ ഒരു ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഈ കുട്ടി ആപ്റ്റാ. ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു, പക്ഷെ ആ കുട്ടി താല്പര്യം കാണിക്കുന്നില്ല. അപ്പോഴെ ശ്യാമിനെ കുറിച്ച് കേട്ടത്. ഈ കുട്ടിയെ പരിചയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പരിചയമുണ്ട്, പക്ഷെ സോറി ബ്രദർ, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബീർ തീർന്നിരിക്കുക. ബീർ തീർന്നിരിക്കുക. കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, ATM കാർഡ് ഇല്ലാത്തത് കൊണ്ട്. എടാ പപ്പ, നീ ഇതെന്ത്? ഇത് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. നമ്മളാളാ. നീ പോയി മറ്റേ ബീർ. ശ്യാം വിചാരിച്ചാൽ നടക്കും. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്. ഡിയർ ഫ്രണ്ട്സ്, ഈ തങ്കക്കുടത്തിന് അറിയാൻ മേലാത്ത ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ. അതൊക്കെ നമ്മൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ, റൈറ്റ്? യെസ്. കുഞ്ഞാടുകളെ ഒന്ന് മാറിക്കേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സോസമ്മോ, ഓ ഒന്ന് നോക്കിയടി. എന്നതാണ് ഇതേ പറയുന്നത്? ഒയ്യോ, ഇത് നമ്മുടെ പെറ്റിക്കോട്ട് സർക്കുലർ അല്ലയോ? ആന്നേ, നീ അതൊന്ന് വായിച്ചേ. വള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും വിടരുത്. ഓക്കെ. All students of this institution are mandatorily required to wear a petticoat while inside the campus. ഇനി തർജ്ജമ എന്ന് വെച്ചാ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ വരുമ്പോ പെറ്റിക്കോട്ട് ധരിച്ചിരിക്കണം. എന്നതാടി ഈ പെറ്റിക്കോട്ട്? നമ്മുടെ ചേട്ടൻ അറിയണ്ടായോ? എന്റെ അന്നമോ, അത് നമ്മുടെ ഷെമ്മീസ്. അതാണ്. നീക്കൊരു സംശയം. ആ സാധനം പെമ്പിള്ളേര് മാത്രം ഇട്ടാ മതി എന്നാണോ പറഞ്ഞേക്കണേ? അയ്യോ അല്ല, ഓൾ സ്റ്റുഡൻസ് എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാ എല്ലാരും. ഓഹോ, അയ്യോ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. എന്റെ മാതാവേ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. ഏയ്, ദിസ് ഈസ് ടു മച്ച്. ഈ സർക്കുലർ പഴയതാ, ബോയ്സ് ഇവിടെ ഇല്ലാത്ത കാലത്തെ. അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ? ഈ സർക്കുലർ പിൻവലിച്ചിട്ടില്ല, അമെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പോ മോളെ ദിനേശി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ദിസ് ഈസ് റാഗിങ്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. നീ പോയി ഒലത്തടി. മുത്തേ, ഇതങ്ങടെ ഇട്ടേക്ക്. വെറുതെ നിയമം ലംഘിക്കണ്ട. കൊള്ളാലോ. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. നന്ദന പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ, മോൾ ഇട്ടിട്ടുണ്ടോ? സൂസൻ പെറ്റിക്കോട്ട് ഞാൻ കാണട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ ഓടിയാലോ? ആ ചേട്ടനൊന്ന് കാണട്ടെ. അല്ല, ചേട്ടൻ മാത്രം പെറ്റിക്കോട്ട് ഇട്ടാ പിന്നെ നിങ്ങളുടെ കാര്യം ആരും നോക്കും? തന്നെയാ ഇങ്ങനെ. അന്നമ്മേ, നിന്നെ എനിക്ക് വിശ്വാസമാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇതിട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. ഞാൻ ഇതിടാൻ പോവാണ്. ഓക്കെ, എല്ലാവരും നോക്കിക്കോളൂ, കണി റെഡിയാണ്.
ശരി ശരി ശരി, അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഈ നിയമം പാലിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇനി നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ചേട്ടൻ ഡ്രസ് മാറി വീണ്ടും സുന്ദരനായിക്കോട്ടെ. നിക്ക്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോവാ. പണി പിന്നെ പാളി. ഹായ് ഗേൾസ്, കുട്ടികളെ മോളുടെ പറ്റിക്കൊണ്ട് ഇതുപോലാണോ? അയ്യോ നാണം വന്നു. വഴി മാറടി. പോട്ടെ. നിക്കൂ. ഒന്നുകൂടെ പ്ലീസ്. നിനക്ക് മതിയായില്ലടി. ശ്യാമിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മാം. ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കിയത് ആനും കൂട്ടുക. ഈ സർക്കുലർ കൊണ്ടുപോയി ശ്യാമിന് കൊടുക്ക്. എന്നിട്ട് ഡ്രസ്സ് മാറി എന്നെ വന്ന് കാണാൻ പറ. എന്റെ മാതാവേ, ഇനി എന്തെല്ലാം കാണണം. പ്രിൻസിപ്പൽ ടീച്ചർ അവിടെ കുത്തിയിരിക്കുക. ആ ചെറുക്കൻ വേണ്ട ക്യാൻറ്റീനിൽ ഇരുന്ന് ഫാഷൻ ടി വി കളിക്കണു. ഒന്ന് വന്ന ആ ചാനൽ ഒന്ന് മാറ്റ്. ആഹാ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കല്ലേ? അല്ല ടീച്ചറെ, ഈ സൈസ് ഇത് ഒന്നേ ഉള്ളോ അതാ ഇനി കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട. മറിയപ്പോ എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഓ നീ കണ്ടില്ലല്ലോ, ഇപ്പൊ തീരും. ഇനി ഞാൻ എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും? ഞാൻ ലീവ് എടുക്ക. അഞ്ജലി, നല്ല പഴുക്കാ ചോറിലുകൊണ്ട് 10 പെട ചന്തിക്ക് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? ആ തലതെറിച്ച പെണ്ണിന്, ആൻ മാത്യൂസിന് അല്ല, എനിക്കാ. എന്നാലേ പുലിവാല് പിടിക്കണ ഈ സ്വഭാവം മാറൂ. ഇതിപ്പോ ആ വിവരം കേട്ട പേരൻസ് അറിഞ്ഞ എല്ലാം കൂടി കയറും പിടിച്ചു വരും. നീ ഇത് കൊളമാക്കാതെ വിടില്ല. PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാ രക്ഷിതാവായിട്ടാണ്. കൺമുമ്പിൽ ഇത്രയും വലിയ അഴിഞ്ഞാട്ടുണ്ടായിട്ടും മാഡം എന്ത് ആക്ഷൻ എടുത്തു? മുമ്പ് പഠിച്ച കോളേജിൽ 3 കൊല്ലം കൊണ്ട് 9 സസ്പെൻഷൻ, 7 പോലീസ് കേസ്. ഇത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ളൊരു പയ്യനെ ഇവിടെ ചേർത്തത് തന്നെ ഞങ്ങൾക്കിട്ടൊരു പണി തരാനല്ലേ ടീച്ചറേ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടുകാന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ സമ്മതിച്ചു. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാ ഇവിടെ നടന്നത്. ആയിക്കോട്ടെ, എടുത്തുകളെ. എന്തായി? സസ്പെൻഷൻ ഉറപ്പായി. കുട്ടിയെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞു വെച്ച് ബലം പ്രയോഗിച്ച് പെറ്റിക്കോട്ട് ധരിപ്പിക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ മത്തായിച്ച, റാഗിംഗ്. ഇതാ മോളുടെ സസ്പെൻഷൻ. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് ക്യാമ്പസിൽ ഇറങ്ങുക, അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറുക. ഇതാ മോന്റെ സസ്പെൻഷൻ. രണ്ടാളും 15 ദിവസം വീട്ടിൽ പോയിരിക്കുക. എൻക്വയറി കഴിയട്ടെ. തീർന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാഗിംഗ് നടന്നാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് പ്രിൻസിപ്പലിന്റെ ബാധ്യതയാ. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ? ദാ ശ്യാം ഒരു കംപ്ലൈന്റ് എഴുതി തന്നോളൂ. നടപടികളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഏയ് നോ മാം, ഞാനിതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഈ അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അതത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കുടുംബത്തിൽ പറഞ്ഞൊരു പെങ്കൊച്ചിന്. നീ എന്തിനാ ചാടിക്കേറി വെല്ലുവിളിക്കാൻ പോയെ? ബാലറ്റ് വെട്ടിപ്പൊട്ടുമ്പോ കരയും. ഞാൻ ആ സീൻ അവസാനിപ്പിക്കാനുള്ള ഒരു പഞ്ചിന് പറഞ്ഞതല്ലേ? ഈ ചെറുക്കൻ ഇത്രയ്ക്ക് ഒരു മൂക്കുന്ന നമ്മൾ ഓർത്തോ? ഏതായാലും കയ്യിന്ന് പോയി. നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന്? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ലിപ്സ്റ്റിക്. Dear friends, come on y'all. Everybody please come. ഇവിടെ. Please listen. ഇതാണ് നമ്മുടെ സാരഥി ശ്യാം ബാലഗോപാൽ, നമ്മുടെ KKPP-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥി. KKPP എന്ന് വെച്ചാ കിട്ടിയാ കിട്ടി, പോയാ പോയി. ഈ കോളേജിന് ആദ്യമായി ഒരു ചെയർമാനെ കിട്ടുവാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ
കൺഗ്രാറ്റ്സ്. എന്താ ഇപ്പൊ ഒരു കൺഗ്രാറ്റ്സ്? ശ്യാം പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട്ലി മാച്ച്, അത് വേണ്ട. കണ്ടു നിൽക്കുന്നവർക്ക് ബോറടിക്കും. ഡിയർ സ്റ്റുഡൻസ്, there's an important announcement. ഫസ്റ്റ് MA ഇംഗ്ലീഷിലെ ശ്യാം ബാലഗോപാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ സ്കൂട്ട് ചെയ്തതുകൊണ്ട് നിന്റെ മാനം പോയില്ല. മത്സരിച്ച് തോക്കാനും വേണം ചക്കരയെ ഒരു യോഗം. മോളെ മോളെ പ്രീത മോളെ ആഫീസ് കുട്ടി പ്രീത മോളെ. അന്നമ്മേ, കൊള്ളാം. മോനെ കൊള്ളിക്കല്ലേ. ഓ തോറ്റു. ഇപ്പഴാടി നീ പെണ്ണ്. ആ അതെന്റെ മീശ എടുത്തോണ്ട് തോന്നുന്നു. ചേട്ടോ, ചേട്ടന്റെ ആഗ്രഹപ്രകാരമാണോ ഇങ്ങനൊരു പരീക്ഷണം? അല്ല ആയാലും കുഴപ്പമില്ല. പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ലൈൻ വലിക്കണ്ട, ഞങ്ങളും കൂടെ അറിഞ്ഞോണ്ട് മതി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുമാതിരി നല്ല വേഷത്തിൽ ഈ മുതലിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങളുടെ നിസ്കണ്ട. പൊടി പൊടി പൊടി. മോനെ ശ്യാമു, എന്നെ കെട്ടാൻ മോഹിച്ചു വരുന്ന ഒരുത്തന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് നീ പറ, എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ ഈ കോലത്തിൽ പൊക്കിയെടുത്ത് വനജ ടീച്ചറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ എപ്പ വിളക്കെടുത്തു ചോദിച്ചാ മതി. അയ്യേ അവരാട്ടായിപ്പാ. എടി ഉണ്ടപ്പക്രു, ഞങ്ങള് കാണുന്നുണ്ട് ഇതുവരെ കാണാത്തൊരിളക്കം. ഉവ്വടി, ഞാൻ ഇത്തിരി ഇളക്കത്തിലാ. എന്റെ മത്തായച്ചൻ വിളിച്ചു പറഞ്ഞപ്പോ തുടങ്ങിയതാ. മത്തായച്ചൻ എന്ത് പറഞ്ഞു? എനിക്ക് വേണ്ടി കണ്ടുവച്ച ഒരു ചൊങ്കൻ ചെക്കൻ ഇന്നെന്നെ കാണാൻ വരുന്നു. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാ. വൈകിട്ട് 3:30 ഗാർഡൻ റെസ്റ്റോറന്റില്. ഓക്കെ മക്കളെ, നിങ്ങളെല്ലാം വേണം ഒരു മോറൽ സപ്പോർട്ടിന്. അതെ, വൈകിട്ട് എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. ആ മുങ്ങല്ലേ മുങ്ങല്ലേ, അതൊക്കെ ഇത് കഴിഞ്ഞിട്ട്. ആ പിന്നെ ഫ്രണ്ട്സിനെ വിളി, മാർക്കിടാൻ ആള് വേണ്ടേ. ഏയ് വാടി, സംഭവത്തിനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം. ഈ പെണ്ണ് കാണണം പറഞ്ഞ ഒരു പരീക്ഷണമാണ്, പതറരുത്. അതിനിവിടെ ആര് പതറി? അത് അന്നമ്മേനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇന്നാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ മോളെ, പയ്യൻ കാണാൻ കൊള്ളില്ലെങ്കിലും നിന്നെ പോലെ, പക്ഷേ ഉള്ളു നന്നായിരിക്കും. ഇനി കാണാൻ നല്ലതാണെങ്കിൽ ഇവനെ പോലെ ഉള്ളേ ഉള്ളു. ചെറുക്കനെത്തിപ്പോയി. ഹലോ, എവിടെയാ? ഹായ്, ഐ എം മാനുവൽ എബ്രഹാം. മനു എന്ന് വിളിക്കും. പപ്പ പറഞ്ഞിരുന്നു. ഇരിക്കൂ. തന്റെ അപ്പിയറൻസിന് ചേർന്നതല്ല ഈ നാണം. സാരി എനിക്ക് ഇഷ്ടം. പപ്പ പറഞ്ഞു ഇന്ന് മോഡേൺ ആവാൻ. ചായയോ കോഫിയോ? പാലും വെള്ളം മതി. ഒരു കോഫി. കേക്കട്ടെ. ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് ചില കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. മക്കരുത്, എന്ത്? മദ്യപിക്കരുത്, വീടി വലിക്കരുത്, വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ വരണം. പിന്നെ എന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കണം. ഹലോ, ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആള് വേണോ? അവരാരാ? ഫ്രണ്ട്സാ, ചേട്ടനെ കാണാൻ വന്നതാ. ഹായ്, ഐ എം ശ്യാം. ഹലോ. ഇടയിൽ കരുതി ക്ഷമിക്കണം, വയ്യാത്ത കുട്ടിയാ, അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അയ്യോ, വെള്ളം മസ്തിഷ്കത്തിൽ കയറി. സംസാരിച്ചോണ്ടിരിക്ക. എനിക്കിഷ്ടായി. അത് ചോദിച്ചില്ല, ഇപ്പൊ ചോദിക്കാം. എന്നെ ഇഷ്ടായോ? ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.
ഒരു ചേഞ്ച് നല്ലതാ. മാഡം പറഞ്ഞതുപോലെ ഈ ആൺതരി തന്നെ നയിക്കട്ടെ. ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് അറിയാലോ. 7 വർഷത്തിന് ശേഷമാ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് എറണാകുളത്ത് നടക്കുന്നത്. ശരിക്കൊന്ന് ഉത്സാഹിച്ച ചാമ്പ്യൻഷിപ്പ് നമുക്ക് പിടിക്കാം. ഇവൻ ഇത് എന്തറിഞ്ഞിട്ടാ? ഇത്തവണ പ്രീത തന്നെ മതിയെന്ന എന്റെ അഭിപ്രായം. അയ്യോ അത് പറ്റില്ല, അത് പറ്റില്ല. ദേ, നമുക്ക് ആവശ്യത്തിന് ഫണ്ടുണ്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പുറത്തുനിന്ന് ആരെ വേണമെങ്കിലും ശ്യാമിന് കൊണ്ടുവരാം. ആ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ആണായിട്ട് ഒരുത്തം വന്നു കയറിയതിന്റെ കേട് ഇതുവരെ തീർന്നില്ല. മറിയ, യാ ഓ അപ്പോ അത് തീരുമാനമായി. ഓക്കെ മോനെ ദിനേശാ, വൈകിട്ട് എന്താ പരിപാടി? ഞാൻ ഫ്രീ ആണ്. എന്താ? എങ്കിൽ നമുക്ക് രണ്ടാക്കും വൈകിട്ട് ഒരിടം വരെ പോകാം. പിന്നെന്താ? ഏതാ സ്ഥലം? സിറ്റി ദർബാർ. ഓ ഷുവർ. അല്ല, സിറ്റി ദർബാർ കുറച്ച് ക്രൗഡഡ് ആയിരിക്കില്ലേ? നമുക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയാലോ? എന്തിന് ചേട്ടാ? ഞങ്ങൾ പ്ലാന്റേഴ്സിന്റെ ആനുവൽ മീറ്റ് ഉണ്ടെന്ന് സിറ്റി ദർബാറിൽ. എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. കൂട്ടത്തിൽ എന്റെ മത്താച്ചനോട് ഒരു ചേസും പറയാം. അത് ശരി, ഡ്രോപ്പ് ചെയ്യാനാ? പിന്നെ ചേട്ടൻ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. അപ്പോ വൈകിട്ട് കാണാം. മത്തയച്ചന്റെ ഒരു കാര്യം, ഈ ചരിത്ര നാടകത്തിലെ ഡ്രസ് അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല വാങ്ങിത്തരാൻ. ഇതിട്ടിട്ട് എനിക്ക് ഇക്കുളിയാവുന്നു. ഓ പിന്നെ ജീവിതകാലം മുഴുവനും നീ ജീൻസ് ടോപ്പ് അല്ലേ ഇടാൻ പോണേ? എടി, ഇതൊരു പാർട്ടിയാ. ഹലോ ശ്യാം. ഹലോ. അതെ, നിങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഒന്ന് നേരിൽ കാണാൻ സാധിച്ചില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് എങ്ങനെ കീഴടക്കി ഈ ആഫ്രിക്കൻ കൺട്രിയെ? മക്കളെ. ഓ അത് ശരി. ഹലോ അവറാച്ച. മോളെ, ഇത് എബ്രഹാം, ഞങ്ങളുടെ അവറാച്ചൻ. ഹായ് അങ്കിൾ. ഇതെന്റെ മോള് അന്നക്കുട്ടി. ഇത് ശ്യാം, ഇവളുടെ ഫ്രണ്ട്. ഹലോ. ഹലോ റോസി, നീ വന്നേ. ഈ കൊച്ചിനെ അറിയോ നീ? ഈശോയെ, അന്നക്കുട്ടിയല്ലേ ഇത്? കേറി അങ്ങ് വലുതായെങ്കിലും ചായ പഴയത് തന്നെ. മോളെ, മനസ്സിലായോ നിനക്ക്? മോളുടെ മമ്മിയുടെ ഫ്രണ്ടായിരുന്നു. ഓ റോസി ആന്റി. എങ്ങനെ മനസ്സിലായി? അങ്ങേര് കേറി വിളിച്ചപ്പോ മനസ്സിലായി. എന്നതാ ഒരു സ്വകാര്യം? അധികം കഴിക്കണ്ടെന്ന് പറയായിരുന്നു. മത്തായിച്ചൊരു നിയന്ത്രണമൊക്കെ ആവശ്യ. എന്ത് നിയന്ത്രണം അങ്കിൾ? ഞാൻ ഹോസ്റ്റലിലേക്ക് പോയാ കോഴി കൂവണന് മുമ്പ് കോട്ട തീർക്കും. ഞാൻ ഉള്ളപ്പോഴാണെങ്കിലോ എന്റെ കണ്ണ് തെറ്റിയ അപ്പ കട്ടുപിടിക്കും. ചേട്ടൻ ഇവിടെ പതുങ്ങി നിൽക്കുവാ. അല്ല, അത് ഞാൻ ഇറങ്ങാണ്. അത് ശരിയാവില്ല. ശ്യാമിനോട് മത്തയച്ചനെ കൊണ്ട് ചേസ് പറയിപ്പിച്ചിട്ട് ഞാൻ വിടും. വാ 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 വാ. ഹലോ. ഡ്രസ് കലക്കി. എന്റെ കർത്താവേ, ഇനി നീ എന്നെ വിളിച്ചാലും വേണ്ടിയില്ല. എന്റെ പൊന്നു മോൾ ഇതുപോലെ വാല് മുറിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. നിനക്ക് എന്ന് മുതലാ മോളെ വിക്കു തുടങ്ങിയത്? പൊന്നു മോളെ, നീ എന്റെ മോനെ പേടിപ്പിച്ചു കളഞ്ഞു. ഹേയ് ആൻഡ് റിലാക്സ്. കാണാൻ വരുമ്പോ താൻ എന്തെങ്കിലും ഒപ്പിക്കുന്ന അങ്കിൾ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ വരണ്ടുപോയി. മത്തായിച്ചോ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ മേല. മനസ്യോദ്യവും കല്യാണമൊക്കെ ഇപ്പൊ നിശ്ചയിക്കണം. ഇനി എന്തിനാന്ന് മനസ്യോദ്യം? എന്റെ മോക്ക് ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇവനും അവളെ ഇഷ്ടമായി. ഇനി ഇവിടെ ആർക്കാ ഇഷ്ടം? ഞാനവിടെ നിൽക്കാം. അങ്ങടുത്ത് ഇനി ചെറുക്കനും വേണം. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പപ്പ? പെണ്ണ് കാണൽ ഉഴപ്പിയപ്പോ അത് നിന്റെ കുസൃതിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, ശരിയല്ലേ?
ശരിയാണോന്ന് ചോദിച്ചാ ആരാ കക്ഷി? ശ്യാം. പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ച് ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? അങ്ങനെയും പറയാം. എന്തോ ചിലപ്പോ വേറെ ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കും. അങ്ങനെ ആവാ. മത്തയച്ച എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആവാമായിരിക്കാം, ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. അവന് തിരിച്ചെങ്ങനെയാ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പറഞ്ഞിട്ടുമില്ല. ഇല്ല. പ്ലീസ് കളിയാക്കല്ലേ. ഓ കഷ്ടം, എന്റെ മാനം കളയാൻ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടി. നീ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കുത്തിന് പിടിച്ചു നിർത്തി എടാവേ തന്നെ എനിക്കിഷ്ട എന്ന് പറയൂന്നായിരുന്നു എന്റെ വിശ്വാസം. എവിടെ? എന്നിട്ട് പാതിരായ്ക്ക് മോന്തയും വേർപ്പിച്ചിരുന്ന് ചാനല് മാറ്റി കളിക്കുന്നു. നീ ആരടി? സീരിയലിലെ നായികയോ? എന്റെ അന്നക്കുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ ബാധിക്കാൻ പാടില്ല. പപ്പ ഒന്ന് പറയാം, ആണുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഒരു പാസിംഗ് ഫാൻസിയാ. സംശയമുണ്ടോ? ഉണ്ട്. എടി അന്നാമ്മേ, നിനക്ക് അവനോട് താല്പര്യമാണെന്ന് അറിഞ്ഞിട്ടാവരുത് അവന് നിന്നോട് ഇഷ്ടം തോന്നാൻ. അവനാവണം അതാദ്യം നിന്നോട് പറയേണ്ടത്. പറഞ്ഞാൽ നിന്റെ ഇഷ്ടം ഞാൻ അംഗീകരിക്കും. മറിച്ച് സംഭവിച്ചാലോ? പപ്പയ്ക്ക് തീരുമാനിക്കാം ബാക്കി എന്തും. ശ്യാം, ഹലോ ശ്യാം. അവള് കിടന്നു. സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? കല്യാണം ഉറപ്പിച്ചു. നല്ല പയ്യനാ. ഇനി എന്റെ മോളായിട്ട് അവനെ ചീത്തയാക്കായിരുന്നാ മതി. അപ്പോ എല്ലാവിധ സഹകരണങ്ങളും അഡ്വാൻസ് ആയിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി നിൽക്കും. നിന്റെ ലേഡി അപ്പൻ. ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെയൊക്കെ സ്വപ്നഭൂമിയായ സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ കാലുകുത്തുവാനും അവിടത്തെ തങ്കക്കുടങ്ങളെ വിവിധ കലാപരിപാടികൾ പഠിപ്പിച്ച് യുവജനോത്സവത്തിൽ സജ്ജരാക്കാനും നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ശ്യാമിനോടുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ യൂത്ത് ഫെസ്റ്റിന്റെ പേരിൽ കള്ളടിച്ച് കുന്തം അറിയാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ മുറി സെറ്റപ്പ് ഒരുക്കി തന്നതിന് ശ്യാമിനോടുള്ള ചിയേഴ്സിൽ കുതിർന്ന നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ. 1 തവണ കലാപ്രതിഭ. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ താൻ തന്നെ സംവിധായകൻ. ചവിട്ടു നാടകം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. പെമ്പിള്ളാർ ചവിട്ടി കലക്കും. അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ട് തരുന്ന ആൾ. രംഗനിയന്ത്രണം ഞാനാണ്. അതെ, കട്ടം വലിക്കുന്ന ആൾ. എന്താടാ ശ്യാം ഒരു ഉഷാറില്ലാത്ത? ഏയ് ഒന്നുമില്ല. എടാ മതിയടാ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഒന്ന് പറ പാപ്പ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, അവളില്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ലെവല് ആൻ മാത്യൂസ്. അതിന് നിനക്കെന്തത്ര വിഷമം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ ഒരു നേച്ചർ? അവൾക്ക് പറ്റിയ ഒരുത്തിനൊന്നും അല്ലെന്നേ ആ മാനുവല്. അവള് ഭയങ്കര ഡിപ്രസ്ഡാ. അവളുടെ ഡിപ്രസിയേഷൻ നമുക്ക് മാറ്റിയാലോ? ഒരൊറ്റ വഴിയുള്ളൂ, അവനെ വീട്ടിൽ കയറി 2 എണ്ണം പൊട്ടിക്കാൻ. പൊട്ടിക്കേ? അതൊന്നും വേണ്ട. നിന്റെ സ്റ്റൈൽ ഓപ്പറേഷൻ ഈ കേസിൽ വർക്കൗട്ട് ആവൂല. ഞാനൊരു സ്മൂത്ത് ആയിട്ടൊരു അപ്രോച്ച്. ഓക്കെ ഓക്കെ. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. വേണ്ട, നീ വരണ്ട. പാപ്പാ തൂക്കിയെടുത്ത് വണ്ടിയിലിട്. ഞാനില്ലാഞ്ഞിട്ടാ. വേണ്ട, ഇതൊക്കെ മോശട്ടോ. അതും ഈ നട്ടപ്പാതിരാക്കി. മോനെ പോക്ക് മാത്രമുള്ള നട്ടപ്പാതിരാക്ക്. തിരിച്ചു വരുമ്പോ നേരം വിളിക്കും. അന്ന് അങ്ങനെ അവര് പോലീസിനെ വിളിക്കും. പോലീസ് കൊണ്ടുപോയ ജാമ്യക്കാര് വരുന്നവരും ജെട്ടി പുറത്ത് നിർത്തും. ജെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടില്ലെങ്കിൽ പോലീസുകാർ പറയും അയ്യെന്ന്. ബാബാ, ഇതെന്താ ബാലക്കാരന്റെ വീടാ? ഗേറ്റിന് കിരീടം വെച്ചേക്കണ്. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൂകിയാ മതി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകണം. പോവാനൊന്നും പറ്റില്ല. അവന് ഇന്നൊന്നിട്ട് പൊട്ടിക്കേണ്ടവരോടാ. അഹങ്കാരിയാണ്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വീട് കണ്ടില്ലേ? ഈ കാശ് വല്ല പാവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് കള്ളു കുടിച്ചു കൊടുക്കുന്നില്ലേ? എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. ഈ തൊട്ടും തോണ്ടിയൊക്കെ പരിചയമുള്ളൂ. ഡയലോഗ് ഞാൻ ഓപ്പൺ ചെയ്യും, ബാക്കി നീ കൊണ്ടുപോയിക്കോണം. അത് ശരി, നീ ഓപ്പൺ കൊണ്ട് ഇങ്ങാതെ വന്നാ അപ്പൊ സോർ ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓടാ.
പള്ളി പെരുന്നാൾ പോലെ വിളിച്ചും ഈ കാശ് വല്ല പാവങ്ങൾക്ക് ദാനം ചെയ്താല് അവര് ഒരു നേരം ചീട്ട് കളിച്ച് കളയൂലേ? ആ എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് പപ്പൻ. അല്ല എന്താ ഈ നേരത്ത്? പറയാം വന്നേ. എന്നതാ ആരാ ഇവരൊക്കെ? ഹലോ അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? നമ്മളൊന്ന് പാർട്ടിയില് പപ്പ അങ്കിൾ നല്ല വീശാണ് കേട്ടാ. എന്നതാ കാര്യം? ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാ. ഈ പാതിരാക്കാ? പാതിരാത്രി പറയേണ്ടത് പാതിരാത്രി പറയണം, പുലർച്ചെ പറയേണ്ടത് പുലർച്ചെ പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. പറയില്ലേ? അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുന്നാണ്